അതൊരു മാർച്ച് മാസമായിരുന്നു. എറണാകുളത്തിന്റെയും തൃശ്ശൂരിന്റെയും അതിർത്തി പങ്കിടുന്ന ചാലക്കുടി എന്ന പ്രദേശത്തേക്ക് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മലയാളികൾ ഓടിക്കൂടി അവിശ്വസനീയമായ ആ വാർത്ത കേട്ട്. അടിമുടി കലാകാരനും ആത്മവിശ്വാസത്തിന്റെ അപരനാമവുമായി മാറിയ ഒരു മനുഷ്യൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്ന വാർത്ത കേട്ട് നമുക്കത് വിശ്വസിക്കാനായില്ല. ഒരു സാധാരണക്കാരന് എത്രത്തോളം വലിയ താരമാകാമെന്നും എത്രത്തോളം വലിയ താരമായാലും എങ്ങനെ മണ്ണിൽ ചവിട്ടി നിൽക്കാമെന്നുള്ളതിന് മലയാളി കണ്ട ഒരു അഭിനേതാവിന്റെ നേർസാക്ഷ്യം. പാട്ടോ പറച്ചിലോ അഭിനയമോ അനുകരണമോ എത്ര പെയ്താലും തോരാത്ത ആ മണിമേഘങ്ങൾക്കായി മലയാളികൾ ഇനിയും എത്രയോ കാലം കാത്തിരിക്കും. ചാലക്കുടി എന്ന ഭൂപ്രദേശത്തെ ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിലേക്ക് അടയാളപ്പെടുത്തിയ മലയാളികളുടെ സ്വന്തം ഓർമ്മയിൽ എന്നും കലാഭവൻ മണി. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. മഞ്ഞപ്പൊടി, അരിപ്പൊടി, മലർപ്പൊടി, കളഭം, കദളിപ്പഴം, കൊട്ടത്തേങ്ങ, മുന്തിരിങ്ങ, നാരങ്ങ. ആളെ കണ്ടാലോ അറിയാതെ കഷണ്ടി മേനെ എനിക്ക് ആദ്യം പിടി കിട്ടിയതേ. നീ ഇവിടെ? അതെ, ഞാൻ അവിടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെയാ. മണിക്കുയിലേ മണിക്കുയിലേ. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്റെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ബാറല്ല നമ്മൾ പൊളിക്കുന്നത്, ബാറിനടുത്തുള്ള സ്കൂള് പൊളിച്ചടക്കാൻ ഓർഡർ ഇട്ടിരിക്കാൻ ഞാൻ. കൈകൊട്ട് പെണ്ണേ കൈകൊട്ടു പെണ്ണേ കുഞ്ചും വളയിട്ട് കൈകൊട്ട് ഓർമ്മയിലെന്നും. മണിച്ചേട്ടന്റെ ഓർമ്മകളുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ ആദ്യം സ്വാഗതം ചെയ്തത് കലാഭവൻ മണിച്ചേട്ടൻ നമുക്ക് വേണ്ടി പാടിയ ഒരു പാട്ടുണ്ട്. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു വിഹാര കേന്ദ്രമായിരുന്ന അദ്ദേഹത്തിന്റെ മേഖലയായ ഒരു ഓഡിയോ കാസറ്റിൽ ആ പാട്ടിന് ഇങ്ങനെ ഒരു പാരഡി ഉണ്ടായി. നാടൻ പാട്ടുകൾ ചേലിൽ പാടുന്ന മണി എന്റെ നല്ലൊരു ഫ്രണ്ടാ. ഈ ഗാനം എഴുതിയത് അദ്ദേഹത്തിന്റെ സുഹൃത്തും സഹപ്രവർത്തകനും സന്തത സഹചാരിയും അദ്ദേഹത്തിന്റെ ജീവിതയാത്രകളിലൊപ്പം കൂടിയിട്ടുമുള്ള ഒരാളാണ്. ചലച്ചിത്ര സംവിധായകൻ, നടൻ തുടങ്ങി നിരവധി മേഖലകളിൽ നമുക്ക് പരിചയമുള്ള കലയിലെ ഒരു സർവകലാവല്ലഭൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം നമ്മളോടൊപ്പം എത്തുന്നു പ്രിയപ്പെട്ട നാദിർ ഷാ. നമസ്കാരം. നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വേദികളിൽ സൂപ്പർ ഹിറ്റായി പോയൊരു പ്രോഗ്രാമുണ്ട്. അതിന്റെ പേര് മണിനാദം എന്നാണ്. അത് മണിച്ചേട്ടനും നാദർഷയ്ക്കയും കൂടെ ചേർന്ന് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് മണിനാദം എന്നൊരു പേരിട്ടിരുന്നത്. വലിയ ദീർഘനാളത്തെ സൗഹൃദം, സിനിമാ ബന്ധം, വേദികൾ, വ്യക്തിബന്ധം, കുടുംബബന്ധം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നാദർഷയ്ക്ക്. നാദർഷക്ക മണിച്ചേട്ടനെ ആദ്യമായി കണ്ടത് എവിടെയാണ്, എങ്ങനെയാണ്? ഞാൻ കലാഭവൻ മണിയെ കാണുന്നത് കലാഭവന്റെ സ്റ്റേജുകളിൽ മണി പ്രോഗ്രാം ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ രണ്ടുമൂന്ന് കൊച്ചിൻ ഹരിശ്രീ, കലാഭവൻ, ഓസ്കാർ അങ്ങനെ മത്സരബുദ്ധിയോടുകൂടി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലാഭവന്റെ മെയിൻ സ്റ്റേജിലല്ലാതെ ഗാനങ്ങളുടെ ഇടയ്ക്ക് മണി എനിക്ക് പോകുന്നുണ്ട്. ഒന്നോ രണ്ടോ സ്റ്റേജുകളിൽ മണിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അന്ന് മണി കാണിക്കുന്ന കുറേ അഭ്യാസ പ്രകടനം, ശരിക്കും കായികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്റ്റേജിൽ ചെയ്താൽ അതെ ആന നടക്കുന്നത്, അതായത് ഒരു സാധാരണ ഒരു മിമിക്രിക്കാരൻ കാണിക്കുന്നതിന് അപ്പുറം ശരീരം കൊണ്ട് എന്ത് കാണിക്കാൻ പറ്റുന്നു അത് മാക്സിമം കാണിക്കുന്ന ഒരു കലാകാരൻ ആയിട്ട്. അപ്പോൾ ഞാൻ വേറെ വലിയ അടുപ്പൊന്നും ഉണ്ടായില്ല. കണ്ടിട്ടുണ്ട്, ദൂരെ നിന്ന് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പരിചയപ്പെടുന്നത് കലാഭവൻ മണിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തെടുത്തോ? ഞാൻ ഒരു ഗൾഫ് ഷോയ്ക്ക് വേണ്ടി, ഞാൻ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്ത കാര്യം. അതെ, ഒരു ഗൾഫ് ഷോയിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി 2 മിമിക്രിക്കാർ വരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോയ്ക്ക് പോകാൻ വേണ്ടി ഒന്ന് ടിനി ടോമാണ്, പിന്നെ സെഞ്ചുറി മമ്മിക്കാണ് ഈ കാര്യം പറഞ്ഞത് എൻ്റെ അടുത്ത്. ഒരു കലാഭവനിലുള്ളൊരു മണി, ഒരു ബെൻ ജോൺസനൊക്കെ ഓടണ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ പറയാം എനിക്കറിയാം പുള്ളിയും വരും. അപ്പോൾ നിങ്ങൾ 2 പേരും നോക്കിയിട്ട് ആരെങ്കിലും ഒരാൾ, അല്ല 2 പേരെ പറ്റണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാൾ കൂടി നിൽപ്പുണ്ട്, ദിലീപ് ബാക്കിൽ. ദിലീപും ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിനകത്ത്
ടിനി ടോമിന് ഓൾറെഡി ഇന്നാണ്. പിന്നെ കലാഭവമണിയെ നോക്കിയിട്ട് കലാഭവമണിയെ പറ്റിയില്ലെങ്കിൽ ദിലീപിനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കലാഭവമണി ഞാൻ ആ ഷോയ്ക്ക് മണിയെയും ടിനി ടോമിനെ ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കലാഭവമണിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗിൽ ഞാൻ വീണുപോയി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീഴ്ത്തിയത് ആ അന്ന് തൊട്ടുള്ളൊരു ബന്ധം. അന്ന് സിദ്ദിഖ, നമ്മുടെ നടൻ സിദ്ദിഖ ലീഡ് ചെയ്യുന്നൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ ഒരു മാസക്കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആദ്യം വേറെ വേറെ മുറികളിൽ കിടന്നു. പിന്നീട് കലാഭവമണി ഞാൻ നോക്കിയപ്പോൾ ഓർക്കസ്ട്രക്കാർ ടീം കിടക്കുന്ന റൂമിൽ ഒരു സൈഡിൽ ഷീറ്റ് വിരിച്ച് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് മണിയെ വിളിച്ചുകൊണ്ടെന്ന് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്ന് തുടങ്ങി. പിന്നീട് പലപ്പോഴും ഒരുപാട് തുടങ്ങി. അല്ല, ഇതിനിടയിൽ എന്തൊരു ഡയലോഗ് പറഞ്ഞ് എന്തായിരുന്നു അത്? വേറെ ഒന്നുമല്ല, അത് കലാഭവമണിയെ ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം മണി കാണിക്കുന്ന എല്ലാ അഭ്യാസം കാണിക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞ കുരങ്ങടക്കും അത് കാണിക്കാം, പിന്നെ ഞാൻ അത് കാണിക്കുന്നത്. അപ്പം മനസ്സുകൊണ്ട് മണി ആ ബാക്കിലൊരാൾ നിൽക്കണ്ടല്ലോ, ദിലീപിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇവനെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണി പറഞ്ഞത് ഒരു ആന നടക്കും. ഞാൻ പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ ആനയുടെ ബാക്കാണ്, ബ്ലാക്ക് പാൻറ്റാണ് അത്, എന്നാൽ കറക്റ്റ് ആനയുടെ ബാക്ക് ഫിഗർ ഐറ്റം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് കറുത്ത പാൻറ് ഇട്ടുകൊണ്ട് വരാറുന്നില്ലെന്ന് ചോദിച്ചു. അത് പറഞ്ഞ് ഒരു പാൻറ്റുള്ളൂ, അത് കഴുകിയിട്ട് എനിക്ക് നാളെ പ്രോഗ്രാമിന് കൊള്ളാണ്, അത് അല്ലെങ്കിൽ ഞാൻ വന്നേനെന്ന് പറഞ്ഞു. ചങ്ക് തകർന്നു പോകാന്ന് പറയില്ല നമ്മൾ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ പോലും കലാഭവമണി ഈ ഷോയിൽ വേണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതായിരുന്നു ഒരുപക്ഷെ കലാഭവൻ മണിച്ചേട്ടന്റെ ആദ്യത്തെ വിദേശ യാത്ര. അതെ, സിദ്ദിഖ നയിച്ച ഒരു യാത്ര. അതിൽ മണിച്ചേട്ടൻ ആദ്യമായിട്ട് വിദേശത്ത് പോയത്. ഈ ആദ്യമായിട്ട് വിദേശത്ത് പോകാൻ, ഇന്റർവ്യൂവിൽ പോകാൻ, ഒരു ഐറ്റം അവതരിപ്പിക്കുന്നതിന് സ്വന്തമായിട്ട് പാൻറില്ല എന്ന് പറയുന്ന ഒരു കലാകാരനിൽ നിന്നും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ താരങ്ങളോടൊപ്പം രജനീകാന്തിനോടൊപ്പം വരെ അഭിനയിക്കുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം പിന്നീട് വളർന്നത് പൊടുന്നനെയായിരുന്നു. നമ്മളത് കണ്ടു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാം ഈ ഒരു എപ്പിസോഡ് വരുമ്പോൾ എനിക്കും അതിൽ ഒരുപാട് പറയാനുണ്ടാവും. ആ യാത്രകളിലേക്ക് നമുക്ക് കേൾക്കാം. ഇരിക്കും. മണിച്ചേട്ടൻ ഇപ്പം ഈ നാദൃഷിക്കാക്ക പറഞ്ഞു, അത് അദ്ദേഹം ശരീരം കൊണ്ട് പല ഇനങ്ങൾ കാണിക്കുമായിരുന്നു, അനുകരണങ്ങൾ ഉണ്ടായിരുന്നു, പലത് ചെയ്യുമായിരുന്നെങ്കിലും മണിച്ചേട്ടൻ പിന്നീട് പെട്ടെന്നൊരു ജനകീയത വന്നത് അദ്ദേഹം നാടൻ പാട്ടുകൾ പാടിക്കൊണ്ടാണ്. അന്നോളം ഉണ്ടായിരുന്നെങ്കിലും, പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിലും, നാടൻ പാട്ടുകളുടെ ഒരു വാണിജ്യ മൂല്യം, നാടൻ പാട്ടുകൾക്ക് ഓഡിയോ കാസറ്റ് വിൽക്കാൻ പറ്റും, നാടൻ പാട്ടുകളുടെ കാസറ്റുകൾ ഇറക്കാമെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത് മണിച്ചേട്ടനാണ്. ഒരുപക്ഷെ മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകളുടെ കാസറ്റുകൾ ഇറങ്ങാൻ കാരണമായത് ദേമാവേലി കൊമ്പത്തിന്റെ ഒരു ഭാഗത്തിൽ, നാലാം ഭാഗത്തിൽ മണിച്ചേട്ടൻ ഒരു 4 വരി നാടൻ പാട്ട് പാടി. വടക്കോട്ട് പോയപ്പോ മാവുമ്മ മാങ്ങ കൂന്താരോ എന്നുള്ള പാട്ട് 4 വരി പാടി. ഒരു ഞാൻ ചിരിയും ചിരിച്ചു. ആ പാട്ടിന്റെ ഒരു ബിറ്റ് വളരെ ജനകീയമായതാണ്. പിന്നീട് തൂശിമ കൂന്താരോ എന്ന് പറയുന്ന ഒരു ഫുൾ കാസറ്റ് ഇറങ്ങി, നാടൻ പാട്ട് വെച്ച് ഫുൾ കാസറ്റുകളായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അല്ലെ? ആ പാട്ട് ആ കാസറ്റിൽ വന്നത് എങ്ങനെയാണ്? അതില് ഞാൻ പറഞ്ഞില്ലേ, കലാഭവൻ, ഓസ്കാർ, ഹരിശ്രീ തമ്മിലെ മത്സരം നടന്നുകൊണ്ടിരുന്ന ട്രൂപ്പ് മത്സരം. ഈ ട്രൂപ്പ് മത്സരത്തിൽ മറ്റേ ട്രൂപ്പിലെ ആളുകളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയുന്ന നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ ഈ മാവേലി കൊമ്പത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കലാഭവമണി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ട്രൂപ്പിലായതിൻ്റെ പേരിൽ നമ്മൾ ഇതിനകത്ത് പങ്കെടുപ്പിക്കാതിരുന്നതാണ്. പക്ഷേ പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ദില്ലിവാല രാജകുമാരൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. ആ സിനിമയിൽ വേറൊരു ഇവൻ ജോയിൻ ചെയ്ത ദിവസം, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും റൂംമേറ്റ്സാണ്. അപ്പോൾ ജോയിൻ ചെയ്ത ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഞാനേ ഒരു സീനിൽ സേനൻ സാറിൻ്റെ അടുത്ത് പെർമിഷനോടുകൂടി ഞാൻ മറ്റേ ചിരി ചിരിച്ചിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയാം ഏത് ചിരി? ഇവിടെ ഷിയാസക്കാട് ചിരിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഷിയാസ് ചിരിക്കുന്നൊരു ചിരിയുണ്ട്. ഷിയാസൊക്കെ കാസറ്റ് ആ ചിരിയാണ് ഷിയാസ് ചിരി. അപ്പോൾ ഷിയാസക്കാരനെ അനുകരിച്ചിട്ട് ഞാനൊരു ചിരി ചിരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എങ്ങനെയാടാന്ന് വെച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചിരി. അപ്പോൾ ഞാൻ പറയാം, എന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഏറ്റടാ, അത് ഈ സീനിൽ ഭയങ്കരമായിട്ട് ഉണ്ട്. അതിനകത്ത് അതുകൊണ്ട് ഈ മ്യാമന്മാരെ മനസ്സിലായോ മക്കൾക്ക് ആ സാധനമൊക്കെ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ. അതെ. അപ്പം ഞാൻ പറഞ്ഞ നീ സേനൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്, കാരണം പെർമിഷൻ വേണമല്ലോ ഡയറക്ടറെ. അത് ആ ചിരി ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചോദിച്ചാൽ സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞ് സേനേട്ടൻ ചിലപ്പോൾ സമ്മതിക്കും.
അങ്ങനെ ആ സിനിമയിലെ പല ഭാഗങ്ങളിൽ ആ ചിരി ഉണ്ടായിരുന്നു. ആ ചിരി കയറി കൊളുത്തി. പിന്നെ അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ കാസറ്റിൽ പങ്കെടുക്കാം. ഞാൻ പറഞ്ഞ കാസറ്റിൽ പങ്കെടുക്കാം. അങ്ങനെ ആ കാസറ്റിൽ കാലുളുങ്ങി കിടന്ന കിടപ്പിൽ ബാപ്പ ഇന്ന് വിനിന്നു തിരുമുകാര ആ പാട്ട് മണിയെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചു. പാരഡി. അപ്പോൾ അങ്ങനെ മണി അത് ഫിക്സ് ചെയ്യുന്നു. കാസറ്റ് റെക്കോർഡിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വളരെ നിസ്സാര ദിവസങ്ങളിലല്ലോ, പിന്നെ വരാൻ പറ്റിയില്ല. ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. അവിടെ നിന്ന് എത്താൻ പറ്റാതെ ആ പാട്ട് ഹരിശ്രീ അശോകൻ ചേട്ടൻ വന്നപ്പോൾ അശോകൻ ചേട്ടനെ കൊണ്ട് ഞാൻ പാടിച്ചു. മണി വരില്ല എന്ന് തീരുമാനിച്ചു ഞങ്ങൾ. മണിക്ക് വരാൻ ഉള്ള സാധ്യതയില്ല. അങ്ങനെ കാസറ്റിൻ്റെ മിക്സിങ് നടക്കുന്ന സമയത്ത്, ഫൈനൽ മിക്സിങ്, വേറെ ഇനി ഒന്നും ചേർക്കാനില്ല. മണി ഓടിപ്പോൾ അടച്ചു വന്ന് സ്റ്റുഡിയോയിൽ വന്നിട്ട് പറഞ്ഞ്, എടാ ഞാൻ വരാനായിട്ട് സോറിട്ടാ. ഞാൻ പറഞ്ഞ പാട്ടൊക്കെ പോയി, അതൊക്കെ മിക്സിങ് നടക്കുകയാണ്. അയ്യോ അളിയാ, എന്ന് അടുത്ത കാസറ്റിൽ നീ എന്തെങ്കിലും നോക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് കൺസോൾ റൂമിൽ നിന്ന് ഇപ്പം നമുക്ക് കാണാം. അവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി, അവിടെ ബാക്കി കാസറ്റ് റെക്കോർഡിങ് കഴിഞ്ഞ ഫ്രണ്ട്സ് എല്ലാവരും ഇരിപ്പുണ്ട്. ഷിയാസ്, ജോർജ്, സംഘം. അവരെല്ലാവരുടെയും ഭയങ്കര കൈയടിച്ച് ഇങ്ങനെ എന്തോ ആസ്വദിക്കുന്നത് നമുക്ക് ഗ്ലാസ്സിൽ കൂടി കാണാം. ഓഡിയോ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഒരു മൈക്ക് നമ്മൾ മിമിക്രിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്ന കുറേ മൈക്കുകളുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്ന് ഓൺ ചെയ്തതെന്ന് പറഞ്ഞു. എന്താണ് അവിടെ പരിപാടി എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റെക്കോർഡിസ്റ്റ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് വടക്കോട്ട് പോകുമ്പം മാവുമ്മ മാങ്ങാതൂശുമ്മക്കുന്നാരോ ദൂശുമ്മക്കുന്നാരോ ഇങ്ങനെ അകലേ എന്നുള്ള മൈക്കല്ലേ, ഭയങ്കര ഫീൽ. അപ്പോൾ എല്ലാവരുടെയും ക്ലാപ്സ് ഇങ്ങനെ, ഇത് ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ മണി അതൊന്ന് മൈക്കിലൊന്ന് പാടാന്ന് പറഞ്ഞു. അപ്പോൾ മണി പറഞ്ഞ് എന്തിനാ? ഞാൻ പറഞ്ഞു നീ പാട്, നല്ല രസമുണ്ടത്. അങ്ങനെ ഓർക്കസ്ട്ര ഒന്നുമില്ല, എല്ലാം പോയില്ലേ. അവസാനം ഒരു ശ്രുതി ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കീബോർഡ് ഇരിപ്പുണ്ടായി. അതിൽ ശ്രുതി ഇട്ട് കൊടുത്തു. ആ ശ്രുതിയിൽ മണി പാടി. ഡ്രംസ് വായിച്ചത് ജോർജും കോട്ടയം വില്യംസും നമ്മളെ കൂടി വായി കൊണ്ടാണ് ഡ്രംസ്. അങ്ങനെ വായിച്ച് അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് എവിടെ ഇടാനാണ്? ഞാൻ പറഞ്ഞു ഈ സാധനം നമുക്ക് ഉപയോഗിക്കാം, എവിടെയെങ്കിലും ഇടാം. അങ്ങനെ ഒരു പാട്ടും വേറൊരു സ്കിറ്റും കൂടി കളഞ്ഞിട്ട് അതിനകത്തൊരു കണക്ഷൻ മണി തന്നെയാണ് ഒരു വയസ്സിന്റെ മണിച്ചേട്ടൻ്റെ ഒരു അപ്പൂപ്പനുണ്ട്, അരി കൂടി പോവില്ല എന്നുള്ളത് ആ അപ്പൂപ്പന്റെ ക്യാരക്ടറിലാണ് അത് കേട്ടിട്ടുള്ളത്. ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പന്റെ ക്യാരക്ടർ അത് വെച്ചിട്ട് മണി ചെയ്ത് അത്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ആ കാസറ്റിൽ ഏറ്റവും ഹിറ്റായത് അതാ. എനിക്ക് ഓർമ്മയുണ്ട്, ആ കാസറ്റൊക്കെ എനിക്ക് ഓർമ്മയുള്ള സമയത്താണ് അത് വളരെ ജനകീയമായി. അത് ഹിറ്റായതിന്റെ ബലമാണ് അടുത്ത മണിച്ചേട്ടന്റെ കാസറ്റിന്റെ പേര് തൂശിമ കൂന്താരം എന്ന് ഇട്ട് ഇറക്കാൻ പറ്റിയത്. ഇത് ഹിറ്റായതിന്റെ പേരിലാണ്. അത് തൂശിമ കൂന്താരം എന്ന് പറയുന്നത് നമ്മുടെ മാരുതി കാസറ്റ്സ് കബീർ കാസറ്റാണ്. നമുക്ക് മണിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ മണിച്ചേട്ടന്റെ ഒരു എപ്പിസോഡിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യിച്ച, അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച മലയാളികൾ ഓർക്കുന്ന കഥാപാത്രത്തെ അദ്ദേഹത്തെ ഹീറോ ആക്കി അവതരിപ്പിച്ച സംവിധായകൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട വിനയൻ സാറ് അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കും. നമുക്ക് കാണാം. മണി മലയാളത്തിന് പ്രിയങ്കരനായിട്ട് നോട്ട് ചെയ്യപ്പെടുന്നത് സല്ലാപം എന്ന് പറയുന്ന ചിത്രത്തിലാണ്. അതിനുശേഷമാണ് എൻ്റെ കല്യാണ സൗഗന്ധിയം എന്ന് പറയുന്ന സിനിമയിൽ മണി ഒരു മുഴുനീള ഹാസ്യ കഥാപാത്രം അഭിനയിക്കുന്നത്. ആ ഒരു ചിത്രത്തിൻ്റെ ഒരു ഇടവേളകളിൽ, ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിലാണ് ഇദ്ദേഹം ഈ അന്ധനായ ഒരു വ്യക്തിയുടെ മാനറിസങ്ങൾ ഞങ്ങളെ കാണിക്കുന്നതും. ഞാൻ അവിടെ വെച്ചൊരു വാക്ക് കൊടുത്തു, മണി നിന്നെ മെയിൻ ക്യാരക്ടറാക്കി ഒരു സിനിമ ഞാൻ ചെയ്യും. മണിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. പിന്നെ മണി ചോദിക്കുമായിരുന്നു എപ്പോഴും, സാർ എന്തായി ആ പടം? അങ്ങനെയാണ് ഈ വാസന്തി ലക്ഷ്മി എന്ന് പറയുന്ന ചിത്രം. ഒരു മുഴുനീള കോമഡിയനായ, അങ്ങനെ ഒരു ചിരിയുമായിട്ട് എല്ലാവരും കണ്ടിരുന്ന മണി അത്ര സീരിയസ് ആയ ഒരു വേഷം ചെയ്ത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം മണിയെ കരുമാടിക്കുട്ടനായിക്കോട്ടെ, മണി വില്ലനായിട്ട് അഭിനയിച്ച, നമ്മളെയൊക്കെ ഏറെ രസിപ്പിച്ച മമ്മൂട്ടി ചിത്രം രാക്ഷസരാജാവായിക്കോട്ടെ, ആ കഥാപാത്രത്തെയാണ് ഞാൻ അന്ന് വിക്രം തമിഴിൽ ജെമിനി ചെയ്യുമ്പോൾ വിക്രമിനെ ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ പ്രിന്റ് അയച്ചു കൊടുത്തിട്ട് കാണിക്കുകയും AVM അവരുടെ ജെമിനിയിലോട്ട് മണിയെ കാസ്റ്റ് ചെയ്യുന്നതും. മണി പിന്നെ തെലുങ്കിലും തമിഴിലും ഒക്കെ വലിയ പടയോട്ടം തന്നെ മണി നടത്തി. അങ്ങനെ ഒരു നടനപ്പുറം, ഒരു വലിയ സംഗീതജ്ഞനപ്പുറം, നാടൻപാട്ടിന്റെ ഒരു വലിയ ഖനിയായിരുന്നല്ലോ അദ്ദേഹം. അതിനൊക്കെ അപ്പുറം വലിയ മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലാണ് ഞാൻ മണിയെ സ്മരിക്കുന്നത്.
മണിക്ക് ആ സ്മരണ കേരളത്തിലെ ജനങ്ങളും കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കരുമാടിക്കുട്ടനാണെങ്കിലും വാസന്തിയും ലക്ഷ്മിയുമാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് ശേഷവും മുമ്പാണെങ്കിലും രാഷ്ട്രരാജാവിലും ഒരുപാട് ചിത്രങ്ങൾ ഗംഭീര വേഷങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണ് വിനയൻ സാർ. പക്ഷെ വിനയൻ സാർ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലാണ്. മലയാള സിനിമയിൽ ഈ സമീപകാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു 2 ദശകങ്ങൾക്കകത്ത് ഒരു അന്ത്യയാത്രയിൽ ഇത്രയും ജനം കൂടിയ മറ്റൊരു നടനുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കലാരംഗത്തും വ്യക്തി ജീവിത രംഗത്തും ജീവിച്ചത്. നാദർഷക്ക് ഇപ്പം വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞു ആദ്യത്തെ വിദേശയാത്രയ്ക്ക് വേണ്ടി 2 പേരെ ഇന്റർവ്യൂ ചെയ്തെടുത്തു. 2 പേരാണെന്ന് സിദ്ദിഖയുടെ കൂടെ വിദേശത്തേക്ക് പോകാൻ ഇന്റർവ്യൂ ചെയ്തത്. ഒന്ന് മണിച്ചേട്ടനോടൊപ്പം അന്നത്തെ വളർന്നു വരുന്ന യുവ മിമിക്രി കലാകാരൻ, ഇപ്പോൾ സിനിമകളിൽ വളരെ സജീവമായിട്ടുള്ള ആൾ, മണിച്ചേട്ടനോട് നല്ല സൗഹൃദമുള്ള ഒരുപാട് വേദികളിൽ ഒപ്പം ഉണ്ടായിട്ടുള്ള ഒരാൾ. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ടിനി ടോം. ചേട്ടാ സ്വാഗതം. താങ്ക് യു. ഈ നാദർഷക്ക് പറയായിരുന്നു, നാദർഷക്ക് ഇന്റർവ്യൂ ചെയ്യുന്നു ഒരു വിദേശ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ. മമ്മി സെഞ്ചുറി വിദേശത്ത് കൊണ്ടുപോവാണ് നിങ്ങളെയൊക്കെ. ആ 2 പേര് മണിച്ചേട്ടന്റെ കൂട്ടത്തിൽ അന്ന് ഇന്റർവ്യൂവിന് പോയി ഓൾറെഡി ഫസ്റ്റ് ഇന്നായ ആള് ടിനിച്ചേട്ടൻ. അല്ല, ഞാൻ മാനേജ്മെന്റ് കോട്ടയായിരുന്നു. കാരണം മമ്മിക്കയുടെ സെഞ്ചുറി എന്ന് പറഞ്ഞ ട്രൂപ്പിലുള്ള ആളാണ്. അപ്പൊ അതില് ഞാൻ മനോജ് ഗിന്നസ് ഉണ്ണി. അപ്പൊ ഫസ്റ്റ് മനോജിനാണ് പുറത്തേക്ക് പോകാൻ ചാൻസ് കിട്ടിയത്. KP ഉമർ സാറ്, സുധീഷ് കോഴിക്കോട്, അവരൊരു ടീമില്. അപ്പൊ അടുത്തത് ഞാനാണ് വെയിറ്റിംഗ് ലിസ്റ്റില്. അപ്പൊ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തും എന്നുള്ള അറിയാം. എന്നാലും നമ്മുടെ ഇതിനിടെ പ്രേക്ഷകരോട് ഈ സമയത്ത് ഒന്ന് ഗൾഫിൽ പോയിട്ട് വന്നാൽ അതിന്റെ പേരിൽ 4 പരിപാടി എക്സ്ട്രാ കിട്ടുന്ന കാലമാണ്. 4 നമ്മള് വേറെ ലെവലിലേക്ക് പോകുന്ന ട്രൂപ്പിന്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന ട്രൂപ്പ് വിദേശ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ പരസ്യം വരുന്ന സമയമാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് 18-19 വയസ്സിലൊക്കെയാണ് നമ്മൾ പോകുന്നത്, ചാൻസ് കിട്ടുന്നത്. അപ്പൊ മനോജ് പോയപ്പോ നമ്മളൊക്കെ കൊതിയോടെ, കാരണം ചന്ദ്രനിലേക്ക് വിടുന്നത് പോലെയാണ് നമ്മൾ ആഘോഷമാണ്. കാരണം ഒരിക്കലും ചാൻസ് കിട്ടില്ല നമ്മളെ പോലെയുള്ളവർക്ക്. കാരണം അത് സ്ഥിരമായിട്ട് പോകുന്നത് ആ BKയുടെ ടീം, നാദർഷിക്ക് ആ ടീമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജയറാമേട്ടന്റെ ടീമൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടീമിൽ അങ്ങനെ മനോജ് പോയിട്ട് വരുന്നത് ഞാനാണ്. അപ്പൊ നിനക്കൊരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഗൾഫിൽ എന്ന് പറഞ്ഞപ്പോ നമ്മള് അത് കിട്ടുക. ആ കാലഘട്ടത്തിൽ ആരും പോയിട്ടില്ല. അങ്ങനെ നാദർഷിക്ക, സിദ്ദിഖ അങ്ങനെ ഉള്ളവരെ വന്നു ചേരുന്നു. എറണാകുളത്ത് ചാന്ദിനി പാർക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ബസ്സിന് ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ ഉണ്ട്. മണിച്ചേട്ടൻ ഈ കുരങ്ങന്റെ സംഭവമൊക്കെ ചെയ്യുന്നു. പക്ഷെ മണിച്ചേട്ടനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അവിടെയല്ല, കലാഭവനിൽ. എൻ്റെ അമ്മയുടെ വീട് കലാഭവന്റെ തൊട്ടു പിന്നില്ല. അപ്പൊ ഏതൊരു കലാകാരന്റെ ആഗ്രഹം കലാഭവന്റെ ബോർഡ് വെച്ച ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതാണ്, കലാഭവന്റെ ബോർഡ് വെച്ച വണ്ടി പോകണമെന്നാണ്. അവിടെ ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ മണിച്ചേട്ടനാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തതാണ്. ഇത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. മണിച്ചേട്ടൻ അപ്പൊ അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃദംഗം, സ്ട്രിങ്സ് ഒക്കെ, മിമിക്സ് ഗാനമേള തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം. അപ്പൊ അതിനുള്ള ആൾക്കാരാണ് വേണ്ടത്. ഞാനാണെങ്കിൽ ഫിലിം സ്റ്റാർസ് മാത്രം ചെയ്യുള്ളൂ. അപ്പൊ എന്റെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് മണിച്ചേട്ടൻ പറഞ്ഞാൽ വേറെ ആളുടെ അടുത്തേക്ക് വിടാന്ന് പറയുമ്പോഴാണ് KS പ്രസാദിന്റെ എൻട്രി. വേറൊരു അവിടുത്തെ പ്രിൻസിപ്പളാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ സ്ട്രിങ്സ് ഒക്കെ വായിക്കുന്നത്, എന്തായാലും നമ്പർ തന്നു എന്ന് പറഞ്ഞ് നമ്പർ മേടിച്ചു വെച്ചു. ഇതിനുശേഷം മണിച്ചേട്ടൻ, അന്നൊന്ന് മൊബൈൽ ഫോൺ ഇല്ലല്ലോ, എൻ്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഫോൺ, എൻ്റെ വീട്ടിൽ ഫോണുമില്ല, അടുത്ത വീട്ടില് മണിച്ചേട്ടന്റെ ഫോണാ. എടാ സീരിയലിൽ നിനക്കൊരു ചാൻസ് തരാം. സീരിയൽ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവമാണ്. അത് നേരെ കോടാമ്പക്കത്തേക്ക് പോണതിലാണ്. അപ്പൊ വിനോദശാല എന്ന് പറഞ്ഞ സീരിയലാണ്, ഭയങ്കര കത്തി വന്നേക്കാം. അതിൽ ക്യാപ്റ്റൻ രാജുവിന്റെ മോനായിട്ടാണ്. നിനക്ക് അതിന്റെ ഒരു രൂപമുണ്ട്. അന്ന് മീശയൊന്നുമില്ല എനിക്ക്. ഞാൻ അങ്ങനെ ആറ്റിങ്ങില് GS വിജയന്റെ ഇതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രൊഡ്യൂസറിന്റെ മോനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ്. അപ്പൊ കലാഭവനിൽ നിന്ന് ഒരു പ്രാവശ്യം തെറിച്ച്, അത് കഴിഞ്ഞ് ഇതും തെറിച്ച്. അപ്പൊ മണിച്ചേട്ടൻ പക്ഷെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്നോട് ഉൾപ്പെടുത്തണമെന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ ഈ മൂന്നാമത്തെ സംഭവത്തിൽ മാനേജ്മെന്റ് ഹോട്ടലിൽ മാനേജ്മെന്റ് ഹോട്ടലിൽ അന്ന് ഇതിന്റെ കാസറ്റ് പിന്നീട് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ഞാനല്ല ഇന്റർവ്യൂ ഉണ്ടാവുക, സിദ്ദിഖയാണ്. സിദ്ദിഖയുടെ ലീഡർഷിപ്പിൽ പോണ ഷോ അല്ലേ. സിദ്ദിഖ പറഞ്ഞടാ മിമിക്രി ഞാൻ ആരെ പറഞ്ഞിട്ടല്ലോ അവർക്ക് വിഷമമാവും, നീ ഒന്ന് ചെയ്തു, ശാപവും കിട്ടാൻ നിങ്ങൾ. അതാണ്. പക്ഷെ എന്നിട്ട് മണിച്ചേട്ടൻ എന്നൊരു ചെയിൻ സോങ് പാടുകയും
അതിൽ നിങ്ങൾ സ്റ്റേജിൽ വെറുതെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അതിപ്പോ നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇപ്പൊ ആ കാസറ്റ് കണ്ടാൽ നിങ്ങളെ മനസ്സിലാവൂല. അതുകൊണ്ടാണ് അതായത് ഇല്ല, മനസ്സിലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. മണിച്ചേട്ടൻ അതിനകത്ത് നിന്നിട്ട് എന്തോ ഈ ഒരു വീട്ടുക്ക് വാസപ്പടി വേണോ ആ നടന്ന പാട്ട് പാടുമ്പം ടിനിച്ചേട്ടൻ ഡാൻസ് കളിക്കുന്നതാണ്. നിങ്ങളിപ്പോ 2 പ്രാവശ്യവും നമ്മൾ പറഞ്ഞല്ലോ മമ്മി സെഞ്ചുറിയാണ് ഈ ട്രിപ്പ് കൊണ്ടുപോകാനായിട്ട് ശ്രമം നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അപ്പം നിർമ്മാതാവ്, സംവിധായകൻ, സ്റ്റേജ് പരിപാടികളുടെ ഓർഗനൈസേഴ്സ്, നിരവധി ഓഡിയോ കാസറ്റുകൾ, വീഡിയോ കാസറ്റുകൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സെഞ്ചുറി വിഷന്റെ ഓണർ കൂടിയായ മമ്മി സെഞ്ചുറി. 90 കാലഘട്ടത്തിലാണ് കലാഭവന്റെ ഒരു മിംസ് പരേഡ് പെരുമ്പാവൂർ ഫാസിൽ വന്നു. ആ സമയത്ത് എനിക്ക് സെഞ്ചുറി കാസറ്റ്സ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിക്ക് വേണ്ടി അന്ന് അൻസാർ കലാഭവനും റഹ്മാനൊക്കെ കൂടി ഒരു മിമിക്സ് പരേഡ് കാസറ്റ് ചെയ്തു. അപ്പോൾ അൻസാർ പെരുമ്പാവൂർ വന്നപ്പോൾ, കലാഭവൻ്റെ ലീഡറാണെന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ കലാഭവൻ അൻസാറിനെ കാണാൻ ചെന്നു. പക്ഷെ പ്രോഗ്രാമിന് നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അൻസാർ എന്നോട് പറഞ്ഞു, ഇവിടെ ഇതിലൊരു നല്ല പയ്യൻ വന്നിട്ടുണ്ട്, അടിപൊളി ആർട്ടിസ്റ്റാണ്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും, ഫസ്റ്റ് പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് പോകും, നമുക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഞാൻ ഈ ഗൾഫ് ഷോ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നു. ഫസ്റ്റ് പ്രോഗ്രാം മണിയുടെ കണ്ടു. മണിയുടെ ആദ്യത്തെ ഐറ്റം കണ്ടപ്പോൾ തന്നെ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നി. ഞാൻ ഫുൾ പ്രോഗ്രാം കണ്ട് മണിയെ സ്റ്റേജിൻ്റെ ബാക്കിൽ ചെന്ന് കണ്ട് മണിയുടെ നമ്പറും മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഒരു ഗൾഫ് ഷോ വന്നപ്പോൾ സ്ഥിരമായിട്ട് നാദിർഷ അതുപോലുള്ള ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നാദിർഷ 3-4 സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഗൾഫ് ഷോ ഒരുമിച്ച്. അപ്പോൾ മണിയെ നാദിർഷ അറിഞ്ഞിട്ടില്ല മണിയെ വിളിക്കുന്ന കാര്യം. നാദിർഷനെ ഫിക്സ് ചെയ്തു. ബാക്കി ആർട്ടിസ്റ്റിനെയൊക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ട്രൂപ്പ് ഉണ്ടെന്ന് കൊച്ചിൻ സെഞ്ചുറി. അതിലെ മെയിൻ താരമായിട്ട് കളിക്കുന്നത് ടിനി ടോമാണ്, അതിൻ്റെ ലീഡർ. അപ്പോൾ ടിനീനെ ഞാൻ ഉൾപ്പെടുത്തി. അങ്ങനെ മണിയെ എഗ്രിമെൻ്റ് ചെയ്തു. ആ പ്രോഗ്രാം വൻ സക്സസ് ആയിരുന്നു. സിദ്ദീഖായിരുന്നു നേതൃത്വം കൊടുക്കുന്നത്, നാദിർഷ, എല്ലാവരും ഉണ്ടെങ്കിലും ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ കലാഭവൻ മണിയുടെ ഷോ ആയിട്ട് മാറി. അതാ പറഞ്ഞ സത്യമാണ്. കാരണം സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നാദിർഷിക്കാനെ സിദ്ദിഖാനെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. പക്ഷെ ഷോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മണിയായിരിക്കും അവിടുത്തെ താരം. അല്ല, ഞാനിപ്പോ പറയപ്പെടും ഈ മണിച്ചേട്ടൻ്റെ ഒരു കാര്യം, മണിച്ചേട്ടൻ ഒരു ലൈഫ് ജാക്കറ്റ് പോലെയാണ്. നമ്മളിപ്പോ സ്റ്റേജിൽ ഇപ്പോഴൊക്കെ നമ്മൾ ചില ഷോയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു ഓർഡർ ഇട്ടു, ഷോ നടക്കുന്നു. ഒരു ഷോയിൽ എന്തും സംഭവിക്കാമല്ലോ, ജനറേറ്റർ കേടാവാം, ഒരു പല അപകടങ്ങൾ എന്ത് വേണേൽ സംഭവിക്കാം. ഈ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു ധൈര്യം എന്താ പറയുക, മണിച്ചേട്ടൻ നമുക്ക് ഏത് സമയത്ത് സ്റ്റേജ് എങ്ങനെ കയറ്റി വിട്ടാലും ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കളം പിടിച്ച് പാട്ട് പാടണോ. പക്ഷെ ഈ ഷോന്റെ ഏറ്റവും തുറുപ്പിച്ചിട്ട് മണിച്ചേട്ടനായിരുന്നു ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് റിഹേഴ്സലിൽ പുള്ളിയുടെ കാലൊളിങ്ങി, ഓർക്കണ്ട, കാലൊളിങ്ങിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ പുള്ളി സാധാരണ എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നത് പറയാം, കൂലിപ്പണി ചെയ്യുന്ന ഒരു കലാകാരൻ ഉഴുതുമറിക്കാനാണ് സ്റ്റേജിലേക്ക് ഇറങ്ങുന്നത്. എല്ലാവരും മേക്കപ്പ് ഇട്ട് റെഡിയാകുമ്പോൾ പുള്ളി വാമപ്പ ചെയ്യണത്. കാരണം കുരങ്ങനെ ആനയൊക്കെ ചെയ്യണം. അപ്പോൾ വേർത്തൊലിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ ആ മനുഷ്യൻ ആ വേദനയും വെച്ചിട്ടാണ് അന്ന് സ്റ്റേജ്. അല്ല, വേറെ കാര്യമുണ്ട് പിഷു. സ്റ്റേജിലേക്ക് മണിയുടെ എൻട്രി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സിദ്ദിഖ കൈതപ്പുഴ കായലിലേ ഊഹു ആ പാട്ട് പാടി തീരുമ്പോ ഓഹോ എന്ന് പാടി തീരുമ്പോഴേക്കും ഓഡിയൻസിന് ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കള്ളിമുണ്ടും കുത്തി ചാടി കയറലും ഒരു 2-3 സ്റ്റേജിൽ ആദ്യത്തെ ആൾക്കാർ പിടിച്ചു നിർത്തി. എങ്ങടാ പോണേന്ന് ചോദിച്ചു. അറിയില്ല, ആർട്ടിസ്റ്റ് മുഖപരിചയം അറിയില്ല. അവനെ പിടിച്ചിർത്തി ഒരു എനിക്ക് തോന്നുന്നു റാസൽ കൈമല്ല എവിടെ ഒരു പബ്ലിക് ഫുൾ അത്യാവശ്യം ഓപ്പൺ എയർ സ്റ്റേജിൽ കയറ്റി വിടാണ്ട് മണിയെ തടഞ്ഞു ഇടിച്ചു ആൾക്കാർ ഇടിച്ചിട്ട് അതിനുശേഷമാണ് ഈ കുടിയന്മാര് പുറത്തുനിന്ന് കയറുന്ന ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയത്. ഈ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ശക്തി ഉണ്ടല്ലോ, ശക്തിയുടെ ഒരു വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരിക്കലും അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടിരിക്കുമ്പോൾ ടപ്പേന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി. അപ്പം മണിച്ചേട്ടൻ ഇച്ചിരി മെലിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മണിച്ചേട്ടൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് ശരീരം ചെറുതായി ഒട്ടി ശരീരം ഒട്ടി അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് അതൊരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഉടനെ ഒരാൾ വന്ന് മണിച്ചേട്ടന് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു. നമ്മളെ സ്വീകരിക്കാൻ ഞങ്ങൾക്കൊക്കെ പൂ തന്നു. മണിച്ചേട്ടന് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് എന്നാ പറ്റി മണി ഓഞ്ഞു പോയല്ലോ എന്ന് ചോദിച്ചു ഇയാള്. എന്ത് ചോദ്യമാണ് ഇത്. ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ. മണിച്ചേട്ടൻ നമ്മുടെ റിയാക്ഷൻ ഒന്നുമില്ല, ഇങ്ങനെ അയാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ടുണ്ടല്ലോ. അയാള് എന്നും പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് ശക്തി എന്ന് പറയുന്നതേ
അല്ല, ആ ഒരു കൈ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കാരണം അത്രയും കൈ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും ബലമുള്ളൊരു കൈ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് നമ്മുടെ സ്റ്റേജിന്റെ ബാക്കിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ട് മറയ്ക്കുമല്ലോ, അലുമിനിയം പോലത്തെ ഒരു സ്റ്റീൽ പോലത്തെ ഷീറ്റ് ഇട്ടിട്ട്. ഇങ്ങനെ അപ്പൊ അതിൽ പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോ ഒരാള് ഈ ഷീറ്റിന്റെ ഇടയിൽ കൂടെ നമ്മളെ തെറി പറയുന്നുണ്ട്. അതെ അതെ, മണിച്ചേട്ടൻ അവരൊക്കെ നീ നിൽക്കുമ്പോ ഉണ്ടായിരുന്ന ഷോയില് ആ. അകത്തേക്ക് കൈ ആ. പിടിച്ച്. അതായത് നമ്മള് ആരൊക്കെയോ വലിയ ആർട്ടിസ്റ്റുകൾ ഇവൻ ഇതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഓടും. തെറി പറയുന്ന ഒരുത്തർ കുടിച്ചിട്ട്. മണിച്ചേട്ടൻ അവിടെ ഇങ്ങനെ പമ്മി നിന്നിട്ടോ. അടുത്ത തവണ ഇവൻ വന്ന തെറി പറയലും കൈ അതിനകത്തേക്ക് ഇടുന്നു. നമ്മൾ നോക്കുമ്പോ അവൻ ഗ്രീൻ റൂമിൽ നിൽക്കുക. അവനെ അതിന്റെ ഇടയിൽ കൂടെ വലിച്ചെടുത്ത് അകത്ത് വെച്ചേക്കാം. മണിച്ചേട്ടൻ എന്താണ് ഇത്ര പറയണേ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു നിൽക്കുകയാണ്. നമ്മളൊരു ഷോയ്ക്ക് പോയപ്പോ ദിലീപും ബാക്കി ഞങ്ങളൊക്കെ ഉണ്ട്. പോയി സ്റ്റേജിന് ഇതുപോലെ ഗ്രീൻ റൂമിൽ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി അവിടെ തന്നെ ഞങ്ങൾ ഗ്രീൻ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ട്. അവൻ ഓഡിയൻസിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഈ പാട്ട് പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമല്ലോ. ഞാൻ ഏതോ തമിഴോ ഹിന്ദിയോ ഏതൊക്കെ പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇറങ്ങി ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചെവിയിൽ അധികം ഷൈൻ ചെയ്യലടാ ബീപ്പിട്ട് ഒരു സാധനം പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുമല്ലോ നമ്മുടെ ചെവിയിൽ ഒരുത്തൻ തെറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനത് കയറി അപ്പോഴേക്കും മണി അടുത്ത സ്കിറ്റിന് കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ കള്ളിമുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റേജിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ കൂട്ടുകാർക്ക് തമ്മിൽ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഞാൻ പാടി കയറി ഇങ്ങനെ വന്നപ്പോൾ എന്തൊക്കെയാടാ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അവൻ തെറി പറഞ്ഞു പറഞ്ഞു. ഇപ്പോൾ ഈ പാട്ട് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിറ്റല്ലേ, സ്കിറ്റ് വേണ്ട. അപ്പോൾ വേറെ ആൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫീമെയിൽ ഒരാൾ. എൻ്റെ പാട്ടിട്, നാടൻ പാട്ടിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാടൻ, നീ സ്കിറ്റ് കളിക്കാൻ. എടാ നാടൻ പാട്ടിന് കള്ളിമുണ്ട് മതി, നീ എൻ്റെ പാട്ട് അനൗൺസ് ചെയ്യിപ്പിക്കും. അങ്ങനെ മണിയുടെ പാട്ടിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ സ്റ്റേജിൻ്റെ ഇവിടെ നിന്നോളാം, എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ നീ കാണിച്ചു തന്ന ആളെ. അങ്ങനെ മണി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് എൻ്റെ അടുത്ത് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു തന്നെ കാണിച്ചിട്ട് ഇതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടുന്ന് തിരിച്ചറിയൽ ആ ഗാനമേള നടന്നുകൊണ്ടിരിക്കണേണ്ടല്ലേ. ഞാൻ അവിടുന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ട് മറ്റേ അല്ല അപ്പോഴേക്കും ഇവനെ അടുത്ത റോയിൽ പോയി മീൻകാരി പെണ്ണിനെ അങ്ങനെ കിട്ടി, സാധനത്തിനെ കിട്ടി. ഞാൻ പറഞ്ഞു ആ ഇതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ഓഡിയൻസ് കാണുമ്പോൾ അയാളെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ച് മണി ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ അവന്റെ കഴുത്തിലെ അതേ സീൻ ചോര തുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ കൈയുടെ ഇടയിലൊക്കെ അവന്റെ കഴുത്ത് വെച്ചിട്ട് ഡാൻസ് കളിക്കുക. ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, ഇങ്ങനെ മുട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അടിനാഭിക്കുണ്ട് ഇവിടെ ഉണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് കയറി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അളിയാ ഓക്കെ. ഇത് പിന്നീട് ബെൻ ജോൺസൺ എന്ന് പറയുന്ന സിനിമയിലെങ്ങാണ്ട് പുള്ളി ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അദ്ദേഹം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന ഒരു വില, സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്നത് അല്ലെങ്കിൽ സഹായം ചെയ്യുന്നത്, വിളിച്ചന്വേഷിക്കുന്നതിനൊന്നും ഒരു ലിമിറ്റ്ലെസ് ആണ്. ബാക്കി എല്ലാവരും ചെയ്യും, സഹായം ചെയ്യുമെന്ന് വെച്ചപ്പോൾ നിങ്ങളോ ഞാനോ ഒക്കെ എല്ലാവരും ചെയ്യും. പക്ഷെ നമുക്കൊരു പരിധി ഉണ്ടാവും, ഏതോ ഒരു പോയിന്റിൽ ഇതിനൊരു പരിധി നിർത്തും. പക്ഷേ പരിധികളില്ലാതെ ആളുകളെ സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് നാദർഷക്ക. ഞാൻ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞ നാടൻ പാട്ടുകൾ ചേലിൽ പാടുന്ന മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലിൽ പാടണ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ എന്ന് ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ എന്ന് ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ. നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ. നർമ്മത്തിൻ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും അറിവുള്ള നെറിവുള്ള ഫ്രണ്ടാ. നർമ്മത്തിൻ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും അറിവുള്ള നെറിവുള്ള ഫ്രണ്ടാ. വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധക്കുറവുള്ള ഫ്രണ്ടാ. വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധക്കുറവുള്ള ഫ്രണ്ടാ. പിന്നീട് ബോധം വരും നേരം ബോധത്തെ ഓർത്തൊന്നും ഖേദിച്ചിരിക്കുന്ന ഫ്രണ്ടാ. പിന്നീട് ബോധം വരും നേരം ബോധത്തെ ഓർത്തൊന്നും ഖേദിച്ചിരിക്കുന്ന ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലില് പാടണ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ. എന്ന് ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. ആ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ, ആ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ.
ഈ പറഞ്ഞതുപോലെ പരസ്പരം നമുക്ക് എന്തും പറയാനുള്ള സൗഹൃദമുള്ള ഒരാള്, നിരവധി സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, സ്റ്റേജുകൾ എല്ലാത്തിലും ഒപ്പമുണ്ടായ ഒരാള്, നമ്മുടെ ഓഡിയോ കാസറ്റുകളുടെ രചനകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാള്, സ്നേഹപൂർവ്വം നമ്മുടെ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ധർമ്മജൻ ബോൽഗാട്ടി. ധർമ്മജ കലകി. ഈ ധർമ്മജനും മണിച്ചേട്ടനുമായിട്ട് വലിയ ബന്ധമാണ്. ജനുവരി 1-നാണല്ലോ മണിച്ചേട്ടന്റെ പിറന്നാള്, എല്ലാ കൊല്ലം തുടക്കത്തില്. അപ്പം അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ചില പരിപാടികളുണ്ടാവും, അതിന് ഞാൻ പോവും. എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യം, ഇവരെ തമ്മിൽ കണ്ടത്, മേജർ രവിചേട്ടന്റെ അനിയൻ പട്ടാമ്പി കണ്ണൻ ചേട്ടനുണ്ടല്ലോ, അദ്ദേഹം ഒരു പ്രോഗ്രാം പിടിച്ചു അദ്ദേഹത്തിന്റെ നാട്ടിൽ. കൽപ്പന ചേച്ചി, മണിച്ചേട്ടൻ, ഞങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അവതാരകനാണ്. 6 അടി പൊക്കമുള്ള ഒരു വലിയ സ്റ്റേജാണ്. അപ്പോൾ അടുത്ത പാട്ടം കണ്ട മണിച്ചേട്ടന്റെ പാട്ടാണ്. അപ്പം ഞാനിത് ആങ്കർ ചെയ്യാനായിട്ട് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ധർമ്മം വന്നിട്ട് പറഞ്ഞു, ഒരു പാട്ടും കൂടെ ഇടൂ, അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടന്റെ പാട്ടിടാം. ഞാൻ വെച്ചാൽ അതെന്താ, മൂപ്പ് തെറ്റും, ഇതാണ് വാക്ക്. ഞാൻ ഞെട്ടിപ്പോയി, ഇത് എന്ത് ഒരു ബന്ധമില്ലല്ലോ, നമുക്ക് ശ്രദ്ധിക്കല്ലോ. ഞാനത് അടുത്ത് വേറൊരു പാട്ട് അനൗൺസ് ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഈ 6 അടി പൊക്കമുള്ള സ്റ്റേജിന്റെ ബാക്കിൽ എവിടുന്നോ 3-4 ഇഷ്ടികകൾ സംഘടിപ്പിച്ചിട്ട് അവിടെ നടന്ന് വിറക് പെറുക്കിയിട്ട് ഇവനും മണിച്ചേട്ടനും കൂടെ ബീഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ പടത്തില് ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ അതിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദിലീപേട്ടൻ ചോദിച്ചു, എടാ US പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു US-ലാ പോലോ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന് എന്ത് പറഞ്ഞാലും ഒരു ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോണ ടീമെന്ന് പറഞ്ഞാൽ വലിയ ടീമാണ്. എനിക്കറിയാം. ദിലീപേട്ടനുണ്ട്, ഇക്കാക്കുണ്ട്, സലിംകുമാറുണ്ട്, മണിച്ചേട്ടന്റെ കരുത്തും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പേടിയുള്ള ഒരാളാണ്, ഒറ്റക്കൊരു റൂമിൽ കിടക്കാൻ പേടിയുള്ളതാണ്. അപ്പോൾ പുള്ളി ഞാനും കൂടി ഒരു ദിവസം ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞിട്ട്, അപ്പോൾ നീ എവിടെ പോണ് നീ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേട്ടൻ വിളിച്ചിട്ടുണ്ട്, ഇക്കാക്ക കൂടി എങ്ങാണ്ട് പോകുന്നുണ്ട്, അവിടെ പോകണം, അങ്ങനെ പോകാൻ പറ്റേ, നമുക്ക് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി. ഞങ്ങൾ പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കുറേ ഡോളർ ഇവിടുന്ന് ഇന്ത്യൻ മണി മാറിയിട്ട് കുറേ പൈസ എനിക്കും തന്നിട്ടുണ്ട്, കുറേ പൈസ പുള്ളിയുടെ പോക്കറ്റിലുണ്ട്, ഇതൊക്കെയാണ് ചിലവാക്കണത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വലിയ ഹോട്ടലാണ്, ഒരു 10-13 നിലയുള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറുമ്പോൾ കുറേ ഇംഗ്ലീഷ് പിള്ളേർ, നല്ല വെളുത്ത് തുടുത്ത് പയ്യന്മാരൊക്കെ ഉണ്ട്. ഞങ്ങളെ രണ്ടുപേരും കൂടി ഈ ലിഫ്റ്റിൽ കയറിയിരിക്കുമ്പോൾ അവന്മാരെന്തോ ആഘോഷമൊക്കെയാണ്. ഞങ്ങളെ കണ്ടിട്ട് ഇവന്മാർ ബ്ലഡി ഇന്ത്യൻസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പം പുള്ളിക്ക് കലിപ്പാണ്ട്. അപ്പം എൻ്റെ പേടിയെന്ന് പറഞ്ഞാൽ ഈ പുള്ളി പിടിച്ച ആ പിള്ളേർക്കിട്ട് ഇടിച്ചാൽ അമേരിക്കയിൽ നിന്ന് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു പേടിയിലാണ് ഞാൻ നിൽക്കണത്. ഇയാൾ ഭയങ്കര ഇങ്ങനെയുള്ള എന്നൊക്കെ ഓർത്തിട്ട് ഞാനിങ്ങനെ പേടിച്ച് ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു ഫ്ലോറിൽ ഈ പിള്ളേർ ഇറങ്ങിപ്പോയി. അവിടെ ഭയങ്കര ബഹളമൊക്കെ കിടക്കുന്നുണ്ട്. അടുത്ത 2-3 ഇത് കഴിഞ്ഞിട്ട് ഞാനും മണിച്ചേട്ടനും കൂടി ഇറങ്ങി. അപ്പം മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞാണേ, ഈ അമേരിക്ക എങ്ങാനും കറങ്ങിത്തിരിഞ്ഞ് ചാലക്കുടിയിൽ വന്ന് ഇനി ഇതിനെയൊക്കെ ഇടിച്ച് നശിപ്പിക്കുന്നു. നമ്മൾ സൗഹൃദങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അദ്ദേഹത്തിനെ സ്റ്റേജിൽ ഒരുപാട് അനുകരിക്കുകയും പിന്നീട് അദ്ദേഹമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുകയും കരടി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഡ്യൂപ്പായിട്ട് അഭിനയിക്കുകയും ചെയ്ത് അതുവഴി സിനിമയിൽ വളരെ ശക്തമായ സാന്നിധ്യമായി മാറിയ ഒരാളുണ്ട്. നമ്മുടെ എല്ലാം സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്, പ്രിയപ്പെട്ട ഷാജോൺ ചേട്ടൻ മണിച്ചേട്ടനെ കുറിച്ച് പറയുന്നു. ഞാൻ കലാഭവന് വരുന്നത് മണിച്ചേട്ടൻ സല്ലാബ് എന്ന സിനിമയിൽ അഭിനയിച്ച് മണിച്ചേട്ടൻ വളരെയധികം ബിസിയായി മണിച്ചേട്ടൻ കലാഭവനിൽ നിന്ന് മാറി. ആ ഒരു ഗ്യാപ്പിലായിട്ടാണ് ഞാനടക്കമുള്ള കോട്ടയത്ത് നിന്ന് കുറച്ച് പേരും പിന്നെ എറണാകുളത്തുള്ള കുറച്ച് പേര് ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ വരുന്നത്. എൻ്റെ ചേട്ടൻ ഷിവ്ജാനാണെങ്കിൽ അതുപോലെ കലാഭവൻ, ജയകുമാർ, പ്രജോദ് ഒക്കെ, ഞങ്ങൾ ദിനേശ് അണ്ണൻ, അങ്ങനെ ഞങ്ങളൊരു ടീം കലാഭവനിലോട്ട് വരുന്നത്. അപ്പം ഞാൻ വന്നതിന് ശേഷം പിന്നെ മണിച്ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസുകളൊക്കെ, ഇപ്പോൾ കള്ളുകൂടിയനാണെങ്കിലും അതേപോലെ തന്നെ കോമഡി ലീഡ് ചെയ്ത് ചെയ്താണെന്നുണ്ടെങ്കിലും സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്തതൊക്കെ പിന്നെ ഞാനായിരുന്നു കലാഭവനിൽ. അപ്പം മുതൽ തന്നെ നമുക്ക് മണിച്ചേട്ടനെ പോലെ ഒരു നടനാവണം. അപ്പോൾ അത് നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അന്നൊക്കെ ഈ കലാഭവനിൽ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മളൊക്കെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ തന്നെ ഇവരൊക്കെ അടുത്ത മണിച്ചേട്ടനെ പോലെ ആവുന്നവരോ കേട്ടോ, മണിച്ചേട്ടനെ പോലെ ആവുന്നവരാ, സിനിമാക്കാരാവും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു എനർജി കയറുന്ന പോലെ. പിന്നെ നമുക്കൊന്ന് കൊതിയായിരുന്നു മണിച്ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അടുത്തതായി നിങ്ങളുടെ അടുത്ത് മുന്നിലേക്ക് വരുന്നത് നാടൻ പാട്ടിൻ്റെ തമ്പുരാൻ എന്ന് പറയുമ്പം പോകുന്നൊരു ജനം ഒരു ഇളകലാണ്.
ഒരു ആർപ്പുവിളിയും കൈയിടിയും ബഹളമൊക്കെ ആയിട്ടൊരു ഒരു ഒരു എന്താ ഒരു ആർത്തിരമ്പ് എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നൊരു ബഹളമാണ്. അത് ആ കൈയടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരു സന്തോഷമായിരുന്നു. ആ ഒരു എനർജിയിൽ നമ്മൾ വന്ന് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതലേ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ മനസ്സിലുണ്ടായത് എന്തെങ്കിലും നമുക്കൊക്കെ ഇതുപോലൊരു കൈയടി കിട്ടുമോ, ആളുകൾ നമ്മളെ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുമോ, നമുക്കൊരു സിനിമാടനാവണമല്ലോ എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിച്ച മണിച്ചേട്ടനാണ്. ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് മണിച്ചേട്ടൻ. അതിനുശേഷം ഞാൻ സിനിമയിലേക്ക് വന്നതും എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ അറിയാൻ തോന്നുന്നു മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പായിട്ടാണ് മൈ ഡിയർ കരടി എന്ന് പറയുന്നൊരു സിനിമയിൽ. അപ്പോൾ സിനിമയിലേക്ക് വരാനും അദ്ദേഹം അറിഞ്ഞോ അറിയാതെ അദ്ദേഹം ഒരു കാരണക്കാരനായി എന്നുള്ളതാണ്. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും മണിച്ചേട്ടൻ്റെ അച്ഛനായിട്ട് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി, റെഡ് സല്യൂട്ട് എന്ന് പറയുന്നൊരു സിനിമയിൽ. അപ്പോൾ ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ചാലക്കുടി കണ്ടിട്ട് മണിച്ചേട്ടൻ എന്നെ വിളിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മോനെ നന്നായിട്ടുണ്ടാ, നീ നന്നായിട്ട് ചെയ്തു. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് മണിച്ചേട്ടൻ എങ്ങും പോയിട്ടില്ല, ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നന്നായിട്ട് പാട്ട് പാടുന്നവരുടെ ഇടയിലുണ്ട്, നന്നായിട്ട് മിമിക്രി പറയുന്നവരുടെ ഇടയിലുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരുടെ ഇടയിലുണ്ട്, നന്നായിട്ട് തമാശ പറയുന്നവരുടെ ഇടയിലുണ്ട്. എല്ലായിടത്തും മണിച്ചേട്ടനുണ്ട്. ഷാൻചേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അദ്ദേഹം എല്ലാവരുടെയും ഇടയിലുണ്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, എല്ലാ കൊല്ലവും അദ്ദേഹത്തിൻ്റെ ഒരു ചരമദിനമാകുമ്പോൾ മിനിമം കേരളത്തിൽ എവിടുന്നും ഒരു 2 സ്ഥലത്തും നമ്മളെ ഒരു പരിപാടിക്ക് വിളിക്കും. ഇവിടെ ഒരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികളുടെ യൂണിയൻ കേരളം മുഴുവൻ അംഗീകായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ട് വിളിക്കുന്നുണ്ട്. ഒരു സകലകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ മലമലലൂയ എന്ന് പറയുന്ന പാട്ട് പാടിയതിനെ പറ്റി MG രാധാകൃഷ്ണൻ സാറ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, വരുന്നു നേരെ ഒരു ഇതെടുക്കുന്നു, ഒറ്റ ടേക്കിൽ വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പാടിയിട്ട് പോകുന്നു എന്ന് പറയുന്നു. അപ്പം ഗായകനായിട്ടോ അഭിനേതാവായിട്ടോ, ഇനി അഭിനേതാവാണെങ്കിലും ഈ മറ്റ് ഭാഷകളിലെ സിനിമകളിൽ പോയതിന് ശേഷമൊന്നും അതൊന്നും അദ്ദേഹത്തെ അങ്ങനെ ഭ്രമിപ്പിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. സമീപകാലത്ത് മണിച്ചേട്ടനെ വേദികളിൽ അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ഏറ്റവും ജെനുവിനായിട്ട് തോന്നിയിട്ടുള്ള, അതിൻ്റെ ഒരു ഈണവും താളവും മീറ്ററിങ്ങും ഒക്കെ ഏറ്റവും കൃത്യമായിട്ട് തോന്നിയിട്ടുള്ളൊരു കലാകാരൻ മണിച്ചേട്ടൻ തന്നെ. ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. മണിച്ചേട്ടൻ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുകരിക്കുന്നവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നെയാണ് എന്ന് പറഞ്ഞ അംഗീകാരം ലഭിച്ചിട്ടുള്ളൊരു കലാകാരൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വരവും പ്രകടനവും നമുക്കൊന്ന് കാണാം, അദ്ദേഹത്തോട് സംസാരിക്കാം. ഓർമ്മയിലെന്നും കലാഭവൻ മണി എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രഞ്ജു ചാലക്കുടി. ചങ്കരമാമി താളടിച്ചണ് ഇത് കണ്ടിട്ടമ്പ്രോ താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര. ഓരമ്മാമി കൊയിലൂതണ് ചങ്കരമാമി താളടിച്ചണ് ഇത് കണ്ടിട്ടമ്പ്രോ താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര. കൊച്ചിൻ്റെ അച്ഛൻ നെല്ലും മാറ്റി വാട്ടി വെച്ച് ഇതങ്ങനെ, കൊച്ചിൻ്റെ അച്ഛൻ നെല്ലും മാറ്റി വാട്ടി വെച്ചിട്ടങ്ങനെ, ഇല്ലി പള്ളിൻ്റെ കോടെ ഓടണ ഓട്ടം കണ്ടയ്യപ്പന്താര. ഇല്ലി പള്ളിൻ്റെ കോടെ ഓടണ ഓട്ടം കണ്ടയ്യപ്പന്താര. രഞ്ജു നമസ്കാരം. നമസ്കാരം. രഞ്ജു മണിച്ചേട്ടന്റെ മുന്നിൽ മണിച്ചേട്ടനെ അവതരിപ്പിച്ചിട്ടില്ലേ? ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്താ അദ്ദേഹം പറയാറ്? വലിയ ഭാഗ്യമാണ് അത്. ഒരു 14ാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ കൂടെ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. അന്ന് നമ്മുടെ അതിരപ്പള്ളിയിൽ പെരിങ്ങൽക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓണാഘോഷത്തിനോടനുബന്ധിച്ചൊരു പ്രമുഖ ചാനലിൽ പ്രസിദ്ധേച്ചിയുടെ കെയർ ഓഫിൽ പ്രസിദ്ധേച്ചി എനിക്കൊരു അവസരം അതിലൂടെ കിട്ടി. അങ്ങനെ മണിച്ചേട്ടനെ ആദ്യം അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ ആ ഒരു അവസരം ഞാൻ പലതവണ ഇങ്ങനെ പിന്നാലെ നടന്ന് ചോദിക്കുന്നൊരു രീതി എനിക്കുണ്ട്, അന്നേ ഉണ്ട്. അപ്പോൾ ചേട്ടാ ഒരു പാട്ട് ഇങ്ങനെ നമ്മൾ പിന്നാലെ നിൽക്കും. അപ്പം അദ്ദേഹം പാടിക്കാം, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ഞാൻ ഈ മാങ്ങക്കറിയും താളിച്ചോട്ടെ തേങ്ങ. അപ്പൊ ആളങ്ങനെ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയി പോയി. വിചാരിച്ചു അയ്യോ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താ മണിച്ചേട്ടൻ അവിടെ അപ്രതീക്ഷിതമായിട്ട് മൈക്കിലൂടെ എൻ്റെ പോലെ പാടുന്നു. എൻ്റെ വീടിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ അങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യം ആ പ്രോഗ്രാമായിരുന്നു. അവിടെ ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ കുറച്ച് പാട്ടുകൾ പാടാൻ എനിക്ക് അവസരം കിട്ടി. അതിനുശേഷം വിയൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോ ചെയ്യാൻ പറ്റി. അല്ല, അന്നും മണിച്ചേട്ടന്റെ പാട്ടുകളാണോ പാടുന്നത്? മണിച്ചേട്ടന്റെ പാട്ടും അല്ലാത്ത പാട്ടുകൾ നാടൻ. ഞാൻ സിംഗറായിരുന്നു, സിംഗറാണ്. പക്ഷെ ഞാൻ അന്നത്തെ എൻ്റെ ചെറുപ്പത്തിൽ പാടുന്ന സമയത്ത് ഈ നാടൻ പാട്ടിന്റെ ശൈലിയിൽ ഇപ്പോൾ ഓരോ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇപ്പം
ഇപ്പൊ ആദി പറഞ്ഞ മുത്തപ്പന്മാരൊക്കെ പാടുമ്പോ ആദി പറഞ്ഞ മുത്തപ്പന്മാരേ, ഇത് മണിച്ചേട്ടൻ പാടുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല, അതിനകത്ത് ഒരു വ്യത്യാസം വരും, കുറച്ച് സ്കെയിലൊക്കെ കയറും. പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പൊ കോരമമ്മി ആയാലും ഇപ്പൊ പാടി പൊട്ടണേലും കൊച്ചിന്നച്ചൻ ചത്തോണ്ടല്ല ചത്തോണ്ടല്ല ഈ സാധനം കൂടുതലാ. അപ്പൊ അങ്ങനെയൊക്കെ വാച്ച് ചെയ്യലുണ്ട്. ഞാന് സ്റ്റേജിൽ രഞ്ജു ചെയ്യുന്നൊക്കെ നമ്മൾ ടെലിവിഷൻ ഷോകളിലോ അതിലൊക്കെ കണ്ടിട്ടുണ്ട്. രഞ്ജു ഇവിടെ വരുമ്പം ഈ മണിച്ചേട്ടൻ്റെ വ്യക്തിപരമായി പരിചയമുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ സിനിമ കാണുന്ന മണിച്ചേട്ടനും അല്ല, അതിനും അപ്പുറം സംസാരിക്കുന്ന മണിച്ചേട്ടന്റെ ചെറിയ ചില ജസ്റ്റേഴ്സും മാനറിസംസും ഒക്കെ ഉണ്ട്. അത് വളരെ കീനായിട്ട് നോക്കി കൃത്യമായിട്ട് കാണിക്കുന്ന ഒരാളാണ് രഞ്ജു. ചേട്ടൻ ഒന്ന് സംസാരിച്ച് ചോദിക്കും, ഒറിജിനൽ മണിച്ചേട്ടനോട് സംസാരിച്ച രഞ്ജു തിരിച്ച് മണിച്ചേട്ടനായിട്ട് ചില രൂപമൊക്കെ കാണിച്ച ചേട്ടാ അടുത്ത ആഴ്ച പള്ളിയിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ചാലക്കുടിയില്? അതിന് എത്ര പേര് വേണം? നമ്മൾ എത്ര പേര് വരണം? നീ ഒരാളെന്നെ പോരാ, പിന്നെ ഇതിന് എത്ര പേര്? അതെന്നെ ധാരാളല്ലേ? അല്ല നമ്മുടെ പീറ്ററില്ലേ, ആ പീറ്ററിന്റെ അപ്പന്റെ ആണ്ടാന്നാണ് പറഞ്ഞതേ. അപ്പൊ അതിനാണ് നമ്മൾ വന്നിട്ട് പരിപാടി നടത്തേണ്ടത്. അത് ശരിക്കും ആണ്ടിന് അങ്ങനെ പരിപാടി നടത്തേണ്ട ആവശ്യമില്ല. അല്ല, ഇതിപ്പം ആണ്ടായാലും സംക്രാന്തി ആയാലും നമ്മൾ ഉള്ളോണ്ട് ഓണം പോലെ ആക്കാന്നാണല്ലോ. എന്തായാലും നമുക്ക് ചെയ്യാം. എടാ നീ ഇത് മറ്റേ ഇത് സ്വർണ്ണം ഉണ്ടത്? എന്റെ ഏറ്റവും വലിയ സ്വർണ്ണം അല്ലടാ നീ, അതിൽ വലിയ സ്വർണ്ണം ഉണ്ടോ? അപ്പൊ എന്റെ കൂട്ടുകാരന്മാർ എന്റെ ഫോണിലേക്ക് ഇടയ്ക്ക് വിളിക്കും. അന്ന് എനിക്ക് സ്വന്തമായിട്ട് മൊബൈലില്ല, തൊട്ടപ്പുറത്തെ അയൽപ്പക്കത്തേക്ക് വിളിക്കും. എന്നിട്ട് പറയും, ഡാ ഞങ്ങള് ഇങ്ങനെ ഫ്രണ്ട്സാണ്, അപ്പോൾ നീ മണിച്ചേട്ടൻ്റെ വോയിസിൽ സംസാരിച്ചോളൂ. അപ്പൊ ഞങ്ങൾ ഫോൺ എടുക്കണ വഴിക്ക് അന്തറാ ഏതറാ എന്ന് ചോദിക്കണം. അങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സുകൾ ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അയൽപ്പക്കത്തേക്ക് കോള് വന്നു. ഞാൻ രഞ്ജിത്തിൻ്റെ കോള് വന്നിട്ടുണ്ടെന്ന് വിളിച്ചു. ഞാൻ ചെന്നെടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ പേര് ഇവരാരെങ്കിലും ആയിരിക്കും എന്നാ. ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ ഈ വോയിസിൽ ഹലോ ഇതാരെ സംസാരിക്കണേ? അപ്പൊ അവിടെ നിന്ന് നീ ആരാ? അപ്പൊ ഞാൻ ഇത് ഈ എക്കോ അടിച്ചിട്ട് തിരിച്ച് റിട്ടാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. ഞാൻ കലാപമണി. അപ്പൊ പിന്നെ ഞാൻ ആരാ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവന്റെ ഒരു കാര്യം, നമ്മള് ഇക്കാക്കുണ്ട്, ഞാനുണ്ട്, നീയുണ്ട്, ദിലീപേട്ടനൊക്കെ ഉള്ള ഷോ ബാംഗ്ലൂര് ചെല്ലുമ്പോ ഇക്കാക്കയും ഞാനും ഇവനൊക്കെ സ്റ്റേജിലോട്ട് കയറി. ഇവൻ അവിടെ ബാക്കില് മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് വിഗൊക്കെ വെച്ചിട്ടിരിക്കണേ. അപ്പൊ ദിലീപേട്ടൻ ദിലീപിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കണ്ടിട്ടില്ല, ഇവനെ കണ്ടിട്ടേ ഇല്ല. മേക്കപ്പ് റൂമിലേക്ക് കയറിയപ്പോ പെട്ടെന്ന് എന്നും പറഞ്ഞിട്ട് ദിലീപേട്ടൻ എനിക്ക് ഓർമ്മയുണ്ട് ഇത് അതായത് സൈഡിൽ വന്നിരുന്നിട്ട് എൻ്റെ ഒരു സീറ്റിന്റെ പകുതിയിൽ ഇരുന്നിട്ട് ഇവന്റെ പാട്ടും ഇവന്റെ സ്ക്രീനിലുള്ള പെർഫോമൻസും കണ്ടിട്ട് ഇപ്പൊ ഭയങ്കര കറക്റ്റ്. അല്ല, ദിലീപേട്ടൻ അന്ന് ഗ്രീൻ റൂമില് ഇവൻ ഒരുങ്ങിയിരിക്കുക. അപ്പൊ ഇവൻ ഒരുങ്ങിയിരിക്കുന്നത് ദിലീപേട്ടൻ എക്സ്പെക്ട് ചെയ്തില്ല. ദിലീപേട്ടൻ ഗസ്റ്റ്, ദിലീപേട്ടൻ വന്ന് ഡോർ തുറന്നപ്പോ ഇവനെ കണ്ടു. ഇവനെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എടാ ഒരു സെക്കൻഡ് തകർന്നു പോയി, കാരണം ഞാൻ പെട്ടെന്ന് മണി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി, അത് വല്ലാതെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ആ ലെവലിലാണ്. അപ്പം മണിച്ചേട്ടന്റെ ഓർമ്മയിലെന്നും എന്ന് പറയുന്ന പരിപാടിയിൽ രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും അനുകരിച്ചു കൊണ്ടും എല്ലാം നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ കുറെ ഓർമ്മകൾ സമ്മാനിച്ചു. ഒരുപാട് വേദികൾ പരിപാടികളെല്ലാം ഇനിയും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. രഞ്ജു, വളരെ നന്ദി നമ്മുടെ എപ്പിസോഡിന്റെ ഭാഗമായതിൽ. താങ്ക് യു വെരി മച്ച്.